വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജമന്തി പൂക്കൾ ചാനൽ. പൂക്കളുടെയും ചെടികളുടെയും വിശേഷം പറഞ്ഞ് എന്നും വരാറുണ്ട്. ഇന്നും നമ്മൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം അഡീനിയം പൂക്കളെ പറ്റിയാണ് കേട്ടോ. ഒരുപാട് കാലമായി ഒരുപാട് പൂക്കൾ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും ഈ അഡീനിയം പ്ലാന്റിന് ആളുകളോടുള്ള ഇഷ്ടമൊന്ന് വേറെ തന്നെയാണ്. തോന്നിയിട്ടില്ലേ അങ്ങനെ? നമ്മൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ സെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അഡീനിയം പ്ലാന്റ്സിൻ്റെ കെയർ, പ്രൂണിങ്, അതിന് ചെയ്യേണ്ട വളങ്ങൾ, അത് നശിച്ചു പോകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും കൃത്യമായി വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് അഡീനിയം പ്ലാന്റ്സ് വേണമെങ്കിലും എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റും കേട്ടോ. ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും. ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ചെടികളോടൊക്കെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിരിക്കും. പുതിയ പുതിയ ഇൻഫർമേഷനുമായി ഒരു കുഞ്ഞറിവുമായിട്ടെങ്കിലും ഞാൻ എല്ലാ ദിവസവും വരാറുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് അഡീനിയം പ്ലാന്റ്സിനെ പറ്റിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റ് ഒരു മൈൻഡ് ബ്ലോയിങ് ഡെസേർട്ട് ബ്യൂട്ടി എന്ന് പറയാം. ഡെസേർട്ട് റോസ് എന്നും ഇതിനെ പറയാറുണ്ട്. ഇതിൻ്റെ പൂക്കൾ ശരിക്കും പറഞ്ഞാൽ മനോഹരം എന്ന് തന്നെ പറയാം. ഒരു മിനിറ്റ് നേരം നമ്മൾ ഏതെങ്കിലും ഒരു പൂവിനെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് റോസായിരുന്നു മുന്നേയൊക്കെ. പക്ഷേ ഇപ്പം എല്ലാവരും അതിനേക്കാളും താല്പര്യത്തിൽ വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ് അഡീനിയം പ്ലാന്റാണ് കേട്ടോ. അഡീനിയം പ്ലാന്റ് ഒരു സ്ക്യുലൻ ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലുക്ക് തന്നെ എപ്പോഴും ഒരു ഡിഫറെൻ്റായി നിൽക്കുന്നത്. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല തിക്ക് സ്റ്റെമ്മായിട്ട് പൂക്കൾ നിറയെ വന്നിട്ട് നല്ല ഷൈനിങ് ഉള്ള പൂക്കളും ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ കാണുമ്പോൾ ഒരു ബോൺസായി ലുക്കാണ് തോന്നുന്നത്. ഒരുപാട് വർഷമായാലും ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഒരു മീഡിയം ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന നല്ലൊരു പ്ലാന്റാണ്. നമുക്കിത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാം. പക്ഷേ ഇതിന് നല്ല സൺലൈറ്റ് വേണം. ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മളിത് വെച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്നത്. ഒട്ടും തണുപ്പ് പറ്റത്തില്ല. നിങ്ങൾ ഓവർ വാട്ടറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള ഇത് കാണ്ടം പോലെ ഒരു ഇതാണ് വരുന്നത്. അത് ചീഞ്ഞ് പോയിട്ട് ചെടി മൊത്തം നശിച്ചു പോകും. ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ടാഴ്ചയിൽ ഒരു ദിവസമോ മാത്രം നനയ്ക്കേണ്ട ഒരു പ്ലാന്റാണിത്. അടിപൊളി ഒരു പ്ലാന്റാണ്. നമ്മൾ ആർക്കെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട്. 210 രൂപയ്ക്കാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് പറഞ്ഞുതരാം. സാധാരണ മണ്ണ് എടുത്താൽ മതി. നമ്മൾ വീട്ടിലൊക്കെ ഉള്ള മണ്ണ് എടുക്കുക. പിന്നെ മണൽ കുറച്ച് മിക്സ് ചെയ്യണം. പിന്നെ വെള്ളം കൂടിപ്പോയാൽ ഇതിൻ്റെ അടിഭാഗം ചീഞ്ഞ് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒന്നെങ്കിൽ പെർലൈറ്റ്, അതല്ലെങ്കിൽ കോക്കോപിറ്റ്, ചകിരിച്ചോറാണ് പറയുന്നത്. അതെന്തായാലും ഈ പോട്ടി മിക്സിലിടണം. അത് നിർബന്ധമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുള്ളൊരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് ഹോള് കറക്റ്റാണോ എന്ന്. ഡ്രൈനേജ് ഹോള് കറക്റ്റ് അല്ലെങ്കിൽ റൂട്ട് റോട്ട് എന്ന് പറഞ്ഞാൽ വേര് ചെയ്യുന്നൊരു പ്രശ്നം ഇതിന് വന്ന് ചെടി മൊത്തം നശിച്ചു പോവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ ദിവസവും വെള്ളം കൊടുക്കാതിരിക്കുക, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ സൺലൈറ്റിൻ്റെ പറഞ്ഞുതരാം. ഡയറക്റ്റ് സൺലൈറ്റ് 5-8 മണിക്കൂർ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പ്ലാന്റ് പ്ലേസ് ചെയ്യേണ്ടത്. എത്ര വെയിൽ കിട്ടുന്നോ അത്രയും ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും കേട്ടോ. ബാൽക്കണിയിലൊക്കെയാണ് നിങ്ങൾ വെക്കുന്നെങ്കിൽ ടെറസിൻ്റെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. പിന്നെ വിൻഡോസിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും സൺലൈറ്റ്, ഇൻഡയറക്റ്റ് സൺലൈറ്റ് അല്ല, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാവുന്ന ഒരു സ്ഥലത്ത് വെക്കുക. ഇനിയിപ്പോൾ സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ വരിക എന്ന് വെച്ചാൽ ഒട്ടും പൂ ഉണ്ടാവില്ല. പൂ ചെറുതായി പോവും. അപ്പം മെയിനായിട്ടും നല്ല വെളിച്ചം വേണ്ട ഒരു പ്ലാന്റാണ്. കുറഞ്ഞ വെള്ളവും നല്ല വെളിച്ചവും വേണ്ട ഒരു പ്ലാന്റാണ്. പിന്നെ വാട്ടർ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. സോയിൽ ഡ്രൈ ആയിട്ടുണ്ടോ നോക്കിയിട്ട്, ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓവർ വാട്ടറിങ് ചെയ്യാതിരിക്കുക. പിന്നെ സമ്മറിലൊക്കെ ആണെങ്കിൽ വീക്ക്ലി വൺസ് മാത്രം വെള്ളം കൊടുത്താൽ മതി. വിൻ്ററിലൊക്കെ ആണെങ്കിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. വെള്ളം കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് എന്തായാലും ചീഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും നല്ലത് വെള്ളം കൊടുക്കുന്ന ഒരു സ്പ്രേ ബോട്ടിലൊക്കെ വെള്ളം എടുത്തിട്ട് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. കുറഞ്ഞ വെള്ളത്തിൽ
തന്നെ നന്നായി വളരുന്ന ഒരു പ്ലാന്റാണ്. ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസർ പറഞ്ഞുതരാം. മന്ത്ലി ഒരു ഫെർട്ടിലൈസർ കൊടുത്താൽ മതി. NPK 10-10-10 മതി, അല്ലെങ്കിൽ 19-19-19 ആ ഒരു ഫെർട്ടിലൈസറാണ് ഏറ്റവും നല്ലത്. അതൊരു പിങ്ക് പൗഡറാണ്, നമ്മൾ പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊന്ന് ഒരു സ്പൂണിൽ NPK എടുക്കുകയാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ പൂവുണ്ടാവും. അപ്പം പിന്നെ പൂക്കൾ വന്ന് കഴിഞ്ഞതിന് ശേഷം വളം ചെയ്യുക. ഫോസ്ഫറസ് ഉള്ള വളങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. നിങ്ങൾക്ക് പഴത്തിൻ്റെ തൊലിയൊക്കെ വെള്ളത്തിലിട്ടച്ച വെള്ളമൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ, ഹോം മെയ്ഡായിട്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലുപൊടി അടിപൊളിയാണ്. ഈ ഒരു പ്ലാന്റിന് നല്ല രീതിയിൽ പൂക്കളുണ്ടാവാൻ എല്ലുപൊടി വാങ്ങിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ എപ്സം സോൾട്ടിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിംഗിൾ വീഡിയോ തന്നെ നമ്മുടെ ചാനലുണ്ട്. താല്പര്യമുള്ളവർ ജമന്തിപ്പൂക്കൾ എപ്സം സോൾട്ട് നടിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ പേര് ജമന്തിപ്പൂക്കൾ എന്നാണ്. നിങ്ങൾക്ക് ഗാർഡനിങ് ടൈപ്സ് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. പുതിയ ഇൻഫർമേഷനുമായി നമ്മൾ എല്ലാ ദിവസവും വരാറുണ്ട്. അപ്പം നിങ്ങൾ എപ്സം സോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല ഗ്രീൻ കളറായി നിൽക്കുകയും നല്ല ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വളങ്ങളാണ് കൊടുക്കാൻ ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എല്ലുപൊടി കൊടുക്കാം, എപ്സം സോൾട്ട് കൊടുക്കാം, NPK കൊടുക്കാം. പിന്നെ വീട്ടിലുള്ള ഫെർട്ടിലൈസർ ആണെങ്കിൽ ബനാന പീൽ ഫെർട്ടിലൈസർ കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഇതിന് കൊടുക്കേണ്ട ഒരു ഫെർട്ടിലൈസർ വരുന്നത്. ഇനി ഞാനിതിൻ്റെ പ്രൊപ്പഗേഷൻ പറഞ്ഞുതരാം. നമുക്ക് സീഡ്സ് വഴിയാണ് നല്ല രീതിയിൽ പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് കട്ടിങ്സ് കട്ട് ചെയ്തിട്ട് പുതിയൊരു തൈ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ കട്ടിങ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു ഫംഗണൽ പ്രശ്നം പെട്ടെന്ന് വരികയും വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ ചീഞ്ഞു പോവുകയും ചെയ്യുന്നൊരു ചെടിയാണ്. അതുകൊണ്ട് സാഫ് എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിക്കാൻ കിട്ടും. ഈ അഡീനിയം പ്ലാന്റ്സിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും വീട്ടിൽ വാങ്ങിച്ചു വെക്കേണ്ട ഒരു സാധനം സാഫാണ്. സാഫ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്നിങ്ങനെ ചെടിയുടെ അടിയിലും ഇനി നമ്മൾ കട്ടിങ്സ് വെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കട്ടിക്ക് കലക്കിയിട്ട് ഇതിൻ്റെ തണ്ടിൻ്റെ മുകളിലൊക്കെ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പം സ്ലോയിലാണ് സീഡ്സ് വഴി ചെടി വളരുക. ആ സ്ഥലത്ത് നമ്മൾ കട്ടിങ്സൊക്കെയാണ് കുറച്ചൊരു സ്പീഡിൽ വളരുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ വരുന്നത്. പെറ്റൽസ് ഉള്ള മോഡലും പെറ്റൽസ് ഇല്ലാത്ത മോഡലും ആയിട്ട് 2 മോഡലിലാണ് ഈ പ്ലാന്റ്സ് വരുന്നത്. അതിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് ഒരുപാട് പൂക്കളായിട്ട് ഒരുപാട് ഭംഗിയിൽ പ്ലാന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിനോട് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് സാധനം എടുക്കാവുന്നതാണ്. പിന്നെ 210 രൂപയാണ് നമ്മൾ സ്റ്റാർട്ടിങ്. കളറ് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 210 രൂപയാണ് പ്ലാന്റ് ഇന്ന കളറിലുള്ള പൂവാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അതല്ല നിങ്ങൾക്ക് വെറുതെ ഒരു അഡീനിയം പ്ലാന്റ് മതിയെങ്കിൽ 170 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കളറ് പൂവ് ഇട്ടിട്ടില്ല, നമ്മൾ ബഡൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് വളർന്നു വരുന്ന പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പൂക്കളുടെ കളർ അറിയണ്ട, വെറുതെ ഒരു അഡീനിയം പ്ലാന്റ് വാങ്ങിക്കുകയാണെങ്കിൽ 170 രൂപയ്ക്ക് നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറൊക്കെ പറഞ്ഞ് വാങ്ങിക്കുകയാണെങ്കിൽ 210 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ആ ഒരു പ്ലാന്റാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പൂക്കൾ തന്നെയാണ് ഇതിൻ്റെ ഒരു ആകർഷണം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് വലിയ വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത, നല്ല വെയിലത്ത് നമ്മൾ കൊണ്ടുവച്ചാൽ നല്ല രീതിയിൽ പൂക്കൾ വന്ന് നിറയെ വീടിനൊരു ആകർഷണം തോന്നുന്ന രീതിയിലേക്ക് വരുന്ന ഒരു പ്ലാന്റാണിത്. ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും ഈ പ്ലാന്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞത്. അഡീനിയം പ്ലാന്റ്സിൻ്റെ വാട്ടറിങ്ങും സൺലൈറ്റും ഫെർട്ടിലൈസറും അതിൻ്റെ പ്രൂണിങ്ങും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രൊപ്പഗേഷനും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെല്ലാ ദിവസവും ഗാർഡനിങ് വിശേഷങ്ങളുമായിട്ട് വീഡിയോ വരാറുണ്ട്. പിന്നെ അഡീനിയത്തിൻ്റെ സെയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. ഗാർഡനിങ് വിശേഷങ്ങൾ നിറയെ പറയാം. ബൈ ബൈ.